അമ്മ വന്നേ വന്നേ. ഉണ്ണിക്കുട്ടൻ സൈക്കിളിൽ ചവിട്ട്, ഉണ്ണിക്കുട്ടൻ സൈക്കിളിൽ ചവിട്ട്. കറങ്ങ് സൈക്കിളിൽ ചവിട്ട്. ഉണ്ണിക്കുട്ടൻ. അച്ഛൻ വന്നു, മോന്റെ അച്ഛൻ വന്നു. മിസ്റ്റർ ബാലഗോപാലൻ, ഇപ്പൊ ഞാൻ ആരാണെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇതുകൊണ്ടൊന്ന് നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട. മഹാദേവാ, നല്ല ഐശ്വര്യമുള്ള കുഞ്ഞാ. എന്തിനോ ഇവനെ നീ സ്വന്തം മോനായിട്ട് തന്നെ കാണണം. എടുക്ക്. ഒരിക്കലും ഒരു അനാഥനാണെന്നുള്ള തോന്നല് നിങ്ങളിൽ നിന്ന് ഇവനുണ്ടാകരുത്. അയ്യോ, മൂത്രം മൂത്രം മൂത്രമായി. ഒന്ന് പിടിച്ചേ. ഒന്ന് ബഹളം വെക്കാൻ എന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുമ്പോ കുഞ്ഞു ദേഹത്ത് മൂത്രം ഒഴിക്കുന്ന ഐശ്വര്യത്തിന്റെ ലക്ഷണം. ഇവൻ ഇനി എത്രയോ പ്രാവശ്യം മഹേട്ടന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കാനിരിക്കുന്നു അല്ലേ മോനെ? ഒന്ന് വേണ്ട വേണ്ട, അച്ഛൻ്റെ തിരുന്നു. അച്ഛന്റെ ഇരുന്നോട്ടോ. ഇല്ലടാ മോനെ. എടി, നീ അതിന്റെ കരുത്തിൽ നിർത്ത്. നിങ്ങൾ എന്റെ തന്തയല്ലേ, പറയാൻ പാടില്ലേ? ഈശ്വര, ഏത് നേരത്താണോ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈശ്വരനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? നിങ്ങളുടെ സമയം നല്ലതാ. കാശുമുടക്കില്ലാതെ അച്ഛനാകാൻ പറ്റില്ലേ? ഒറ്റ അടിയാൻ പിടിക്കാൻ താഴെ വീഴും. ഞാനേ പാലെടുത്തിട്ട് വരാം. എന്തുവാ നീ കാണിക്കുന്നത്? ഒറ്റനെ പിടിക്കാനാ പറഞ്ഞത്, മൂത്രം അടിക്കുന്നത് പിടിക്കാനാ പറഞ്ഞത്. അയ്യടാ, അവിടെ കടാ. അതെ, നിന്നെ എടുക്കാനൊന്നും എന്റെ കോൺട്രാക്ട് പറഞ്ഞിട്ടില്ല. അയ്യ, അവന്റെ ഒരു താവടി. രാധ കണ്ടത് അയാളെ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ മുതൽ അയാൾ തന്നെ. എന്റെ കർത്താവേ, എന്നെയും കുഞ്ഞിനെയും കണ്ട സ്ഥിതിക്ക് അയാൾ ഇനി വെറുതെ ഇരിക്കും തോന്നില്ല. എനിക്ക് പേടിയാവുന്നു മതർ. കുട്ടി ഭയപ്പെടാതെ, കർത്താവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഏതായാലും എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ശരി മദർ. ഇന്ന് ഞാൻ രണ്ടിലൊന്ന് അറിയിച്ചു. ഞാൻ ചോദിച്ചിട്ട് ഇതെവിടെ ചെന്ന് അവസാനിക്കോളിയാ? എന്താ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്? എന്തിനുള്ള പുറപ്പാട് അറിയേണ്ടത്? പാലിച്ചിട്ടാ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. ഇത്രയും നാൾ അളിയിലെ പേടിച്ച് ഞാനെന്റെ വായ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എവിടെ നിന്ന് വന്ന ഒരുത്തരെ മരുമകനാണെന്ന് പറഞ്ഞ് മടിയെ കയറ്റിയിരുത്തി, പിന്നെ മോളാണെന്ന് പറഞ്ഞ് ഒരുത്തി വന്നു. ഇപ്പൊ എന്താ ഒരു കുഞ്ഞും. എന്താ ഇതിലൊക്കെ അർത്ഥം? ഏതേ ഈ മാണിക്യമംഗലം തറവാടിന്റെ അന്തസ്സുണ്ട്, അത് അടിയലായിട്ട് കളഞ്ഞു കൊടുക്കരുത്. മാണിക്യമംഗലം തറവാടിന്റെ അന്തസ് കാക്കാൻ വന്നിരിക്കുന്ന ഒരു മഹാൻ. എടാ, എന്റെ കാലശേഷം നീയൊക്കെ ഈ തറവാട് കുഴിച്ച് കുളം തോണ്ടുവെന്ന് അറിയാവുന്നതുകൊണ്ടാ എനിക്ക് ഈശ്വരൻ എന്റെ മക്കളെ തന്നത്.
ഇനി ഈ കാണുന്നതൊക്കെ അധികം കൊള്ളാ. എവിടെ നിന്നോ കയറി വന്ന കണ്ട അലവലാദികൾക്ക് വേണ്ടി ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ കഴിയുമെന്ന് അളിയൻ കരുതുന്നുണ്ടോ? ഈ സ്വത്തുക്കൾ ഞാൻ കൂടി അവകാശമുണ്ട്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തിന് നിനക്കൊക്കെ അവകാശമുണ്ടെന്നോ? ഇറങ്ങടാ ഇറങ്ങടാ പട്ടി. അതെ, ഇതുവരെ ഞാൻ നിങ്ങളെ അളിയാന്നല്ലാതെ മനസ്സ് വിളിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ മനസ്സില്ലടോ. ധൈര്യപ്പെട്ടൊക്കെ താൻ എന്നെ ഇവിടെ ഇറക്കിവിട്, ഒന്ന് കാണട്ടെ. എന്താ? തല്ലിയല്ലേ? പടി നീ ചവിട്ടിയേക്കരുത്. തന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പരമേശ്വരനല്ല. നിനക്ക് പിന്നെ അവനോട് പോവാം. വീടും കൂടും ഇല്ലാത്ത ഞങ്ങള് ഈ പിള്ളേരെ കൊണ്ട് എങ്ങോട്ട് പോകാനാ? ഏത് നരകത്തിൽ വേണേലും പോവാം. ആരടി? അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എന്റെ മക്കൾ വിഷമിക്കണ്ട. പോകാൻ പറ. കണ്ണുകൊണ്ടുവിടണം എനിക്ക്. ജാവാൻ നടന്ന പോരത്തിന് മണ്ടി ഇരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും എന്നെ കൊല്ലണം. മിസ്റ്റർ മഹാദേവൻ, മഹാദേവനല്ലേ? ശോഭയുടെ ഭർത്താവ്? അതെ. നമ്മളാരാ? ഞാൻ മഹാദേവൻ, ശോഭയുടെ ഭർത്താവ്. സത്യം പറയടി, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാദേവൻ ആരാ? നിങ്ങൾ തന്നെയല്ലേ മഹാദേവൻ? ഇനി നിന്റെ കളത്തിലൊന്നും വേണ്ട. മഹാദേവനും നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? മഹാദേവനെ ഞാൻ കണ്ടിരുന്നു. ശോഭയെ കൊന്നിട്ട് നീ ആ വേഷം കെട്ടി ഇവിടെ വന്നതല്ലേ? മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. മഹാദേവനെ നേരിൽ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ സത്യം അറിയണം. ഞാൻ ശോഭയായ കഥ ഒരു അനാഥയായ ശോഭയ്ക്ക് ഞാൻ എല്ലാമായിരുന്നു. പ്രീ ഡിഗ്രി വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അന്ന് അവൾ മഹാദേവനുമായി അടുപ്പത്തിലായി. അതറിഞ്ഞ ഞാൻ ഒരു ദിവസം മഹാദേവനെ പരിചയപ്പെട്ടു. അയാളുടെ നല്ല പെരുമാറ്റം കണ്ടപ്പോ ശോഭയ്ക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതി. പിന്നെ എക്സാം കഴിഞ്ഞ് എനിക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടി. ആ വിവരം പറയാൻ ഞാൻ ശോഭയുടെ അടുത്ത് ചെന്നു. അയ്യേ, കൊച്ചുകുട്ടികളെ പോലെ നീ ഇങ്ങനെ കരയാണോ? ബാംഗ്ലൂരിലേക്കല്ലേ ഞാൻ പോണത്. നിന്നെ എനിക്ക് കാണണം തോന്നുമ്പോ ഓടിങ്ങെത്തും. നീയും കൂടെ പോയാ ഞാൻ തനിച്ചാവും. തനിച്ചോ? അതിനല്ലേ നീ ഒരാളെ കണ്ടുവച്ചിരിക്കുന്നേ. മഹേട്ടൻ നല്ലവനാ. എന്നെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് തന്നിരിക്കുക. നീ മദറിനോടെല്ലാം പറഞ്ഞോ? ഇല്ല. മഹേട്ടൻ അച്ഛനോടും അമ്മയോടും എല്ലാം അനുവാദം വാങ്ങാൻ പേടിക്കുക. വന്നാലൂടും പറയണം. ഓർക്കുമ്പോ പേടിയാവുന്നു രാധ. ഒരു അനാഥയായ ഞാൻ അതിര് കടന്ന് മോഹിക്കുന്നുണ്ടോ എന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നീ ഒരു അനാഥയാണെന്നുള്ള ചിന്ത നിർത്തണം. അപ്പോ നിനക്ക് ഞാൻ ആരുമല്ല അല്ലേ? നിനക്ക് നല്ലതേ വരൂ. എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇതൊരു യാത്ര പറച്ചിലായി കരുതണ്ട. വരട്ടെ. അന്നും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് അവൾ എനിക്ക് കത്തയക്കാതായി. ഒരു ദിവസം ഞാൻ ശോഭയെ തേടി കോൺവെന്റിൽ പോയി. അപ്പോഴാണ്
ശോഭ ഗർഭിണിയായിരുന്നെന്നും കോൺവെന്റിൽ നിന്നും പോയിട്ട് 2 ദിവസമായെന്നും അറിയുന്നത്. അന്വേഷിക്കേണ്ടിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു, പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മദ്രാസിൽ നഴ്സായി ജോലി കിട്ടി. ഒരു ദിവസം അതേ ഹോസ്പിറ്റലിൽ ശോഭ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. കണ്ടോ? എന്തിനു കരയുന്നേ? കരയാതെ. ശോഭേ, മഹാദേവൻ ഇവിടെ? അയാൾ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ല. എന്നെ വഞ്ചിക്കായിരുന്നു. ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് തന്നെ മഹാദേവന്റെ മനസ്സ് മാറുമെന്ന് കരുതിയ. അവസാന ആത്മഹത്യക്ക് വരെ ഞാൻ ഒരുങ്ങി. അതിനും വിധി എന്നെ അനുവദിച്ചില്ല. ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ ആരാന്നറിയാതെ വളർന്നു. സ്നേഹിച്ച് കൊതി തരും മുമ്പേ അമ്മയും പോയി. ആകെയുള്ള ആശ്രയം ഓർഫനേജും അവിടുത്തെ അന്തേവാസികളുമായിരുന്നു. ഈ കുഞ്ഞുമായി ഞാൻ ഇനി എങ്ങോട്ട് പോകും? കരയാതെ ശോഭേ. ശോഭേ, അയാളുടെ വാക്കുകൾ ഇറങ്ങിപ്പോയി എനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. അയാൾ അങ്ങനെ വിടാൻ പാടില്ല. നീ സമാധാനപ്പെട്. ഞാൻ പോയി മഹാദേവനെ കണ്ട് സംസാരിക്കാം. വേണ്ട രാധേ, നീ ഇനി പോയിട്ട് കാര്യമില്ല. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായ രാജശേഖരൻ തമ്പിയുടെ മകളുമായി നാളെ അയാളുടെ വിവാഹമാണ്. നിന്നെ നശിപ്പിച്ചിട്ട് ഒരു പണക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അയാളെ ഞാൻ അനുവദിക്കില്ല. ആ വിവാഹം നടക്കില്ല. നിന്റെ രാധയാണ് നിനക്ക് വാക്ക് തരുന്നത്. അങ്ങനെ അയാളുടെ കല്യാണം ഞാൻ മുടക്കി. പിന്നീട് ശോഭയ്ക്ക് ഒരിക്കലും അനാഥാലയത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലായിരുന്നു. ഞാൻ ശോഭയെ എന്റെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഹാദേവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഒരു കോടീശ്വരനായ മകന് ഇതുവരെ പറയാൻ തെറ്റുകളുടെ കണക്കേ ഉണ്ടായിരുന്നുള്ളൂ. തിരുത്താൻ ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊന്നുമല്ല ജീവിതമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. സോറി. ഞാൻ രാധയാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. ഞാൻ എന്റെ ഭാര്യയോടും കുഞ്ഞിനോടും ചെയ്ത തെറ്റുകൾ ഈശ്വരൻ പോലും പൊറുക്കില്ല. ഞാൻ ശോഭയും എന്റെ മോനെയും കൂട്ടിക്കൊണ്ടു പോവാണ്. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശോഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത്. പക്ഷേ അന്ന് രാത്രി എനിക്ക് ശോഭയുടെ ഫോൺ വന്നു.
ഹലോ, അതെ, അയാള് എന്നെ കുഞ്ഞിനെ കൊല്ലാൻ പോണ്. നീ വേഗം വാ. എന്റെ കുഞ്ഞിനെ രക്ഷിക്ക്. എനിക്ക് പേടിയാ. വേഗം വരാതെ. വേഗം വാ. മഹാദേവൻ ശോഭയെ കൊല്ലുന്നത് കണ്ട ഏക സാക്ഷി ഞാനായിരുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ സത്യങ്ങൾ വെളിപ്പെടുമെന്ന് കരുതി അയാൾ എന്നെ പിന്തുടർന്നു. ഞാൻ ആകെ ഭയന്നു. ഒടുവിൽ ഹോസ്റ്റലിൽ നിന്ന് കൈക്കുഞ്ഞുമായി ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഈ കുഞ്ഞ് ഒരു ചോദ്യചിഹ്നമായി നിന്നു. അങ്ങനെ എനിക്ക് വന്ന വിവാഹാലോചനകൾ പോലും തുടങ്ങി. എന്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പോ കുഞ്ഞിനെ ശോഭ വളർന്ന അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മുതിർന്ന് കണ്ടു. ശോഭയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അറിഞ്ഞപ്പോ ഈ കുഞ്ഞിനൊരു അവകാശം ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ്
മഹാദേവൻ ശോഭയുടെ അച്ഛന്റെ അടുത്ത് ഉണ്ടെന്നുള്ള വിവരം മദർ പറഞ്ഞത്. മഹാദേവനല്ല ഇവിടെ വന്നിരിക്കുന്നെന്ന് മനസ്സിലായപ്പോ ബാലുവിന് അയാൾ തന്നെയാണോ പറഞ്ഞയച്ചതെന്ന് ഞാൻ സംശയിച്ചു. നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞത്. ബാലു, എല്ലാം തുറന്നു പറഞ്ഞ് ഈ കുഞ്ഞിനെ എനിക്കിവന്റെ മുത്തച്ഛനെ ഏൽപ്പിക്കണം. എല്ലാം അറിയുമ്പോ ആ മനസ്സ് വേദനിക്കുമെന്നറിയാം. എന്നാലും പറഞ്ഞേ പറ്റൂ. അതിന് ബാലു എന്നെ സഹായിക്കണം.